ബഹുമാനപ്പെട്ട ബ്രദർ, സിസ്റ്റേഴ്സ്, മത അധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് മാത്രമായുള്ള ഒരു പ്രധാന തിരുനാളാണല്ലോ ജൂലൈ 3 നാം ആചരിക്കുന്ന ദുക്രാന തിരുനാൾ. ദുക്രാന എന്ന വാക്കിന്റെ അർത്ഥം ഓർമ്മയാചരണം എന്നാണ്. ഈ ഓർമ്മയാചരണം നമ്മെ കൊണ്ടെത്തിക്കുന്നത് യോഹന്നാൻ 11:16 ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. നേരിട്ടറിഞ്ഞ് വിശ്വസിച്ച തോമസ് ലീഹായുടെ ആ വിശ്വാസ തീക്ഷ്ണത കടൽ കടന്ന് AD 52 ഭാരതത്തിലെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്തിച്ചേർന്നു. മറ്റു ശിഷ്യന്മാർ ഓടിയൊളിക്കാൻ ശ്രമിച്ചെടുത്തു നിന്നും തോമസ് ലീഹ അവനു വേണ്ടി മരിക്കാം എന്ന് പറഞ്ഞ് ഭാരതത്തിൽ അവനു വേണ്ടി രക്തസാക്ഷിയായി തീർന്നു. പക്ഷേ തോമസ് ലീഹ നമുക്ക് പകർന്നു തന്ന ആ വിശ്വാസത്തിന്റെ ദീപശിഖ ഇന്ന് ലോകമൊട്ടാകെ ഒരു തീയായി പടർന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുതന്നെയാണ് മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്ന വിവിധങ്ങളായ സഭകളുടെ വിശ്വാസാടിസ്ഥാനവും പാരമ്പര്യവും. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഒരു മാർത്തോമാ ക്രിസ്ത്യാനിയെങ്കിലും നമുക്ക് കാണാൻ കഴിയും എന്നത് ഒരു സത്യമായ കാര്യമാണ്. അത്രയ്ക്കും തീക്ഷ്ണമായ വിശ്വാസമാണ് നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാരതസഭ ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ തന്നെയാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ലോകത്തിന്റെ പല ഭാഗത്തും സഭയും അവയുടെ വിശ്വാസവും ഇന്ന് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും നമ്മുടെ ഈ വിശ്വാസം അതിന്റെ ചിട്ടയോടും അതേ പാരമ്പര്യത്തോടും കൂടെ നിലനിൽക്കുന്നു. എന്നാൽ ഈ ന്യൂജൻ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതം ആ പഴയ തീക്ഷ്ണതയിലാണോ നിലനിൽക്കുന്നത് എന്ന് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മാർത്തോമാ ശ്ലീഹ നമുക്ക് പകർന്നു തന്ന ആ വിശ്വാസ തീക്ഷ്ണതയുടെ പരപ്പും ആഴവും ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിന്റെ ആഴം കുറയും തോറും അവിടെ അന്ധവിശ്വാസവും അവിശ്വാസവും കുടിയേറുന്നു. ആ വിശ്വാസരാഹിത്യമാണ് ഇന്ന് നമ്മുടെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് തെറ്റായ ബന്ധങ്ങൾക്കും നമ്മുടെ യുവതലമുറ ഇന്ന് അടിപ്പെടുന്നതിന് കാരണം ആ വിശ്വാസ തീക്ഷ്ണത കുറയുന്നതാണ്. മാർത്തോമാ ക്രിസ്ത്യാനികൾ ഈ നാടിന് ചെയ്തു കൊടുത്ത സേവനവും സ്നേഹത്തിന്റെയും മുന്നേറ്റങ്ങൾ ഇന്ന് പിന്നോട്ടടിക്കുന്ന സാഹചര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ആ വിശ്വാസരാഹിത്യമാണ് നമ്മുടെ സഭാപിതാക്കന്മാർ പറഞ്ഞു വെക്കുന്ന പല ജിഹാദുകളുടെയും പിന്നിൽ. നമ്മുടെ ഈ വിശ്വാസം നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ മാർത്തോമാ ശ്ലീഹ നമുക്ക് പകർന്നു തന്ന ആ വിശ്വാസത്തിന്റെ വിത്തുകൾ നൂറുമേനി ഫലം പുറപ്പെടുവിച്ച് നമുക്ക് നാളേക്ക് വേണ്ടി വളർന്നു വരാം. അങ്ങനെ മാർത്തോമാ ശ്ലീഹ നമ്മളിൽ നിക്ഷേപിച്ച ആ വിശ്വാസത്തിന്റെ വിത്തുകൾ നൂറുമേനി ഫലം പുറപ്പെടുവിക്കാൻ തക്ക ഒരു പശ്ചാത്തലം ക്രമീകരിക്കാൻ നമുക്കേവർക്കും കഴിയണം. അതിനുവേണ്ടി ഈ ദുക്രാന തിരുനാൾ ആചരണം നമ്മളെ എല്ലാവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തോമസ് ലീഹായുടെ നാമത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തോമ എന്ന നാമം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ ആശംസകൾ നേർന്നുകൊണ്ടും എന്റെ എളിയ വാക്കുകൾ ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.